അതിനോടാണല്ലോ നമുക്ക് വീക്ക്നെസ് വരിക. ഞാനായിരിക്കും ഞാൻ ഫാമിലി ആൻഡ് എൻസോബേരി. ഫാമിലി പിന്നെ ഇപ്പൊ ഓളോട് ചോദിച്ചാലും ഓളെ വീക്ക്നെസ് ഫാമിലി ആയിരിക്കും, ഓളോട് ചോദിച്ചാലും ഓളെ വീക്ക്നെസ് ഫാമിലി ആയിരിക്കും. അതുകൊണ്ട് അത് ഫോൺ Then next one is my date of birth with day. ഞാൻ ജനിച്ച ഇയറും ദിവസവും മന്തും പിന്നെ ഡേറ്റ് ദിവസം എനിക്ക് ആ ഡേ വരുന്നതിന്റെ ഒരു ആവശ്യമില്ല. ചോദിക്കേണ്ടുള്ളൂ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ നന്നായിട്ട് അറിയാം രണ്ടാക്കും. ആൻസർ പറയൂ. 24 May 1998 സൺഡേ. സൺഡേ. ഓക്കെ നെക്സ്റ്റ്. എന്റെ നക്ഷത്രം ജനിച്ച നാള് ഞാൻ ഏകദേശം കറക്റ്റ് ആയി. പറഞ്ഞു കേട്ടു. എന്നെ കളിയാക്കുകയും ചെയ്തില്ല അത് പറഞ്ഞിട്ട്. പറയണ്ട. ഭരണി. ഫേവറേറ്റ് ആക്ട്രസ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തൊന്നും ഫേവറേറ്റ് ആക്ട്രസ് എനിക്കില്ല. പണ്ട് കുറച്ച് ഫേവറേറ്റ് ആക്ട്രസ് ഒക്കെ ഉണ്ടായി. എനിക്ക് ശരിയാവും എന്റെ വിശ്വാസം. വെറുതെ എഴുതിയതാ. ഫസ്റ്റ് ഒന്ന് സമൃദ്ധ ഇല്ല ശോഭന ഇല്ല ഞാനത് എഴുതാന്ന് വിചാരിച്ചു. പിന്നെ നസ്രിയ. അടുത്ത ആളില്ല. ഞാൻ എഴുതിയ ആളില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടു. എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവളെ ഭയങ്കര ഇഷ്ടമുള്ള അല്ല സംയുക്ത മീര ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ഭാവനാന്നും ഞാൻ പണ്ട് പറഞ്ഞു. ഇഷ്ടപ്പെട്ട കളർ ഏത്? പിങ്ക്. എന്റെ ഇമെയിൽ ഐഡി ചെയ്ത് ഏതെങ്കിലും കുത്തും കൊമറ്റോ മാറിയ ഞാനിവിടെ ഒരു ദിവസം 10-50 വട്ടം പറയും. ഈ പറഞ്ഞ എല്ലാ കാര്യം ഞാനിവിടെ 100 വട്ടം പറയും. ഓളോടും പറയും. മറവി രോഗമുണ്ട് അത് വിട. ഓളോടും പറയും. archu.d.nair@gmail.com. എന്റെ റീസെന്റ് ആയിട്ട് ഞാൻ സങ്കടപ്പെട്ട ദിവസം. റീസെന്റ് നിനക്കറിയാലോ എനിക്കറിയാലോ ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഏത് റീസെന്റ് ആയിട്ട് ഞാൻ സങ്കടപ്പെട്ട ഒരു ദിവസം. റീസെന്റ് ആയിട്ട് അതായത് ആ സങ്കടം പണ്ട് മുതലേ ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു സങ്കടം. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ സങ്കടപ്പെട്ടു. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സങ്കടപ്പെട്ടില്ല. ഞാൻ പ്ലേറ്റ് എന്ത് പറ്റിയ ക്വസ്റ്റ്യൻ? ഹാപ്പി അൺഹാപ്പി ഡേ. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ട് നിനക്കറിയാം. അതെ ഇനിയിപ്പോ മറ്റേ സാധനല്ലായിരിക്കോ? ഫ്ലൈറ്റ് അപകടമല്ലായിരിക്കോ? ഞാൻ അന്ന് സൂല് പോവാൻ പോയില്ല. അല്ല പോകുമ്പോ കൂട്ടി. പക്ഷെ ഓളെ കൂട്ടാണ്ട് പോന്നെന്ന് പറഞ്ഞിട്ട് എടുത്ത് ചെളിയത് ഓർമ്മണ്ട. ഞാൻ അറിയില്ല. ഞാൻ മറ്റൊരു എഴുതി IELTS എന്നെ വീണ്ടും ട്രൈ ചെയ്യണല്ലോ. ഇത് മാധുവിനെ അറിയാം. മാധു ഉണ്ടായിരുന്നു. ഓക്കെ 3 ബുക്ക് ഞാൻ വായിച്ച മലയാളം 3 ബുക്ക് എനിക്കറിയില്ല. അപ്പിക്ക് ചിലവ് അറിയായിരിക്കും. ഞാൻ വായിച്ച 3 ബുക്ക് മലയാളത്തില്. ബുക്കിന്റെ പേര് മറന്നുപോയി. എന്തൊക്കെ ഇത് അതിന് വായിച്ചില്ല. പക്ഷെ ഞാൻ എന്ത് പേരറിയില്ലോ. ഞാൻ കൊറേ ബുക്ക് വായിച്ചിരുന്നു. ഏത് വേണം? ബഷീറിന്റെ ഏകദേശം എല്ലാ ബുക്കും വായിച്ചിരുന്നു. ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികൾ വായിച്ചിരുന്നു മൊത്തം. ഓക്കെ പിന്നെ ആരാച്ചാർ വായിച്ചിരുന്നു. അതാണ് ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിരുന്നു. എന്താണ് ആടുജീവിത.
പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, ആടുജീവിതം ഞാൻ ഫുള്ള് ഇത്രോളം വായിച്ചിട്ട്. ബീങ് സ്കെയർഡ് ഓഫ് എന്തിനോടാണ് പേടി? എന്തിനോടാണ് പേടി? എന്തിനോടാണ് പേടിയുണ്ടോ? എന്റെ ശരിയായിട്ട് ശരിയല്ല. പറയട്ടാ. പല്ലി. ഓ ഞാൻ വിചാരിച്ചത് എന്ത് കാര്യങ്ങളാവുന്നല്ലോ പേടിയുള്ളത്. ഞാൻ റീസെന്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടില് കാർട്ടിലേക്ക് ആഡ് ചെയ്ത ഒരു ഐറ്റം മേടിച്ചിട്ട് ആഡ് ചെയ്തതില്ല. അങ്ങനെ ഞാൻ കുറെ ആഡ് ചെയ്തിന്. അങ്ങനെ ആഡ് ചെയ്ത മേടിക്കാൻ പറ്റാത്ത എനിക്കറിയില്ല. ഒരു പെയിന്റ്. മമ്മൂട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ. കൊറേ നടനില്ലേ, എനിക്ക് എക്സ്ട്രാ ഇഷ്ടപ്പെട്ട നടൻ മമ്മൂട്ടിനെ എനിക്ക് ഇഷ്ടമാണ്. ഫേവറേറ്റ് മൂവി അല്ലല്ല സിംഗർ ഫേവറേറ്റ് എന്നെ അറിയുന്ന ഏകദേശം എന്റെ ബെസ്റ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം. ഓക്കെ സൂരജ് സന്തോഷ്. ഫേവറേറ്റ് 3 മലയാളം മൂവി. പിന്നെ സുഡാനി ഫ്രം നൈജീരിയ. മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് അറിയില്ല. അതൊന്നും എനിക്കറിയില്ല. ഒന്ന് എഴുതിയാ മതി. ഒന്നെണ്ണം കിട്ടിയതായിരിക്കും. അതിന് നമ്മൾ എഴുതാറുണ്ട്. മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്റെ ലൈഫിൽ അങ്ങനെ കുറെ എല്ലാ ദിവസവും ഹാപ്പി ആണ്. ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കിട്ടിയത് അത് ഞാൻ പറഞ്ഞില്ല എന്നെ കിട്ടിയത്. ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്, ഏട്ടന് നല്ലൊരു പെണ്ണിനെ കിട്ടുന്നത്. അത് കിട്ടിയിട്ട് അവളെ ജീവിതം സഫലം. ഏട്ടന് നല്ല പെണ്ണ് കിട്ടണം, എനിക്ക് നല്ല എടുക്കും. ഞാൻ എഴുതിയത് ബ്രദേഴ്സ് മാരേജ്. ഗൈസ് അങ്ങനെ നമ്മളെ ഹൂ നോസ് ഹൂ ബെറ്റർ കഴിഞ്ഞു. ഇത് നമുക്ക് കൗണ്ട് ചെയ്യാം, മാർക്ക് കൗണ്ട് ചെയ്യാം. റിസൾട്ട് ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ബീച്ചിനെ പോകും. പെട്ടെന്ന് കൗണ്ട് ചെയ്യും. 13. She knows me better. Yes. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹൂ നോസ് ഹൂ ബെറ്ററിൽ ജയിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്. പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ പറ്റിയ നമ്മൾ കുറെ സമയം ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് ക്യാമറയിൽ ഷൂട്ട് ചെയ്തു, ക്യാമറ ഓഫായി, വീണ്ടും ഷൂട്ട് ചെയ്തു, വീണ്ടും ഓഫായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഓവർ റേറ്റിംഗിന് വേണ്ട കമന്റ്സ് ഇട്ടു. ബൈ.